വർഷമായിരുന്നു അകലാപ്പുഴ ആരംഭിച്ചത് ഈ ബോട്ട് സർവീസ്? സർവീസ് ബോട്ട് സർവീസ് ഇപ്പോൾ 2019 ആ ഒരു ടൈമിലാണ്. 2019 സ്റ്റാർട്ട് എന്ന് പറഞ്ഞാൽ. ഏട്ടൻ്റെ പേരൊന്ന് പറയാം. എൻ്റെ പേര് റിയാസ്. എൻ്റെ പേര് നിയാസ്, പിന്നെ മുഹമ്മദ് അലി. ഈ അകലാപ്പുഴ ബോട്ട് സർവീസ് എത്ര വർഷമായി ആരംഭിച്ചിട്ട്? ഇതിപ്പോൾ തുടങ്ങിയിട്ട് ഇപ്പോൾ 5 വർഷമായി. 5 വർഷത്തിൻ്റെ അടുത്തായി. ആദ്യം ഒരു ചെറിയൊരു പെഡൽ ബോട്ടിൽ നിന്ന് തുടങ്ങിയതാണ്. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം വേറൊരു ചെറിയൊരു ശിക്കാര ബോട്ടിൽ നിന്ന് തുടങ്ങി. അതിപ്പോൾ വികസിച്ച് ഇപ്പോൾ ഒരു 25 ബോട്ടോളം ശിക്കാര ബോട്ട് അകലാപ്പുഴയിലുണ്ട്. 5 ഹൗസ് ബോട്ടും 25 ഇതേപോലത്തെ ശിക്കാര ബോട്ടും. ഓരോ വ്യക്തികളായിട്ട് തുടങ്ങിയതാണ്. ആദ്യം പെഡൽ ബോട്ട് എന്ന് പറയുന്ന ഒരു സംവിധാനം മാത്രമേ ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ പഞ്ചായത്തിൽ നിന്ന് ഓരോരോ വ്യക്തികൾക്ക് വേണ്ടിയിട്ട് ജെട്ടികൾ അടിക്കുന്നേരം, ഇതേപോലത്തെ ജെട്ടികൾ അടിക്കുന്നേരം ആ ജെട്ടികൾക്ക് വേണ്ടിയിട്ട് അനുമതി പഞ്ചായത്തിൽ നിന്ന് ഞങ്ങൾ വാങ്ങിയെടുത്തതിന് ശേഷമാണ് ഈ ബോട്ടിൻ്റെ പെർമിറ്റ് എന്ന് പറയുന്ന സംഗതി. സർക്കാരിൻ്റെ സഹായം ഉണ്ടായിരുന്നോ? സർക്കാരിൻ്റെ സഹായം ഇല്ലായിരുന്നു. ഓരോരോ വ്യക്തികളായിട്ട് തന്നെ തുടങ്ങിയിട്ട് സംരംഭമാണ് ഇത്. ഓക്കെ, ആരംഭിച്ചതിന് ശേഷം ഏതെങ്കിലും രീതിയിൽ ഇതുവരെ ഒരു സഹായം ലഭിച്ചിട്ടില്ല. ഇനി അങ്ങോട്ട് ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ആണല്ലേ. ഏതെങ്കിലും രീതിയിൽ നിങ്ങളിപ്പോൾ ഒരു പ്രതിസന്ധിയോ അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങൾ നേരിടുന്നുണ്ടോ? ഇപ്പം നിലവിൽ ഞങ്ങളെ പ്രശ്നം എന്ന് പറയുന്നത് ഈ റോഡിൻ്റെ പ്രശ്നമാണ്. ഇവിടുന്ന് പിന്നെ അച്ഛൻ വീട്ട് നടാന്ന് പറഞ്ഞ ഏരിയ മുതൽ അവിടുന്ന് ഇങ്ങോട്ടേക്ക് ഇവിടുന്ന് പയ്യോളി അങ്ങാടി വരെയുള്ള ഒരു റോഡിൻ്റെ ഒരു പരിപാടിയുണ്ട്. അതൊന്ന് സർക്കാരിൻ്റെ ഇതിൽ വികസിക്കും. അന്നേരം ടൂറിസം മേഖല വികസിക്കും. ഓക്കെ, അകലാപ്പുഴ ബോട്ട് സർവീസിന് വേണ്ടി പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും നിങ്ങൾ ചെയ്യാറുണ്ടോ? പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ട് കൂടുതലായിട്ട് നമ്മളൊരു പിന്നെ തണല് വെബ്സൈറ്റിൽ അല്ലാണ്ട് തന്നെ നമ്മളെ തണല് മറ്റേ ചാരിറ്റബിൾ ട്രസ്റ്റ് അത് ഇതെല്ലാം ആയിട്ട് അവർക്കെല്ലാം വേണ്ട സംഗതിയെല്ലാം നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. ബോട്ട് സർവീസ് കാര്യങ്ങളെല്ലാം ഫ്രീ ആയിട്ട് ഓടുന്നത് ഇതാക്കുന്നതെല്ലാം അങ്ങനെ ചെയ്യുന്നുണ്ട്. ഫ്രീ ആയിട്ട് ചെയ്തു കൊടുക്കുന്നുണ്ട്. ഇതിപ്പം വെക്കേഷൻ ടൈമാണ്. സ്കൂൾ കൂട്ടുന്ന ഒരു ടൈം ഉണ്ടാകുമല്ലോ. ആ ടൈമിനാണ് നമുക്ക് കൂടുതൽ ആൾക്കാരുണ്ടാകുക. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ശനി ഞായർ ദിവസങ്ങളിലെല്ലാം അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലാകുന്നുണ്ട്. അല്ലാത്ത ദിവസങ്ങളിലെല്ലാം നോർമലായിട്ട് നിരക്കൊക്കെ എങ്ങനെയാണ്? ഇത് വലിയ ബോട്ടാകുന്ന നേരം മണിക്കൂറിന് 2000 രൂപയാണ് വാങ്ങുന്നത്. പിന്നെ സാധാ ഇത് ബാത്റൂം സൗകര്യമുള്ളെല്ലാം ബോട്ടാകുന്ന നേരം 2000 രൂപ. ചെറിയ ബോട്ടിന് 1500 രൂപയാണ് വാങ്ങുന്നത്. അത് 20 ആൾ വരെയാണ്. 20 ആളിൽ കൂടുകയാണെങ്കിൽ അത് എമൗണ്ട് പെർ ഹെഡിന് 50 രൂപയായിട്ട് എമൗണ്ട് വരും. ഏതൊക്കെ സമയമാണ് കൂടുതൽ തിരക്കുണ്ടാവുക? അത്യാവശ്യം ശനി ഞായർ ദിവസങ്ങളിലാണ് കൂടുതൽ തിരക്കുണ്ടാവുക. പിന്നെ വെക്കേഷൻ ടൈം ആൾക്കാർക്ക് കാണാൻ പറ്റിയൊരു ഏരിയ ആണ്. ഒരുപാട് കണ്ടൽക്കാടുകളും ഇതെല്ലാം നിറഞ്ഞിട്ടുള്ളൊരു ഏരിയ ആണ് അങ്ങോട്ടേക്ക്. പിന്നെ ആ കാണുന്നത് എഡിസൺ തുരുത്താണ്. എഡിസൺ തുരുത്ത് എന്ന് പറയുന്ന തീവണ്ടി ഫിലിം ഷൂട്ട് ചെയ്ത ഒരു ഏരിയ ആണ്. എല്ലാം കാഴ്ചക്കാർക്ക് ഭംഗി കൂട്ടുന്ന ഏരിയ ആണ്. പഞ്ചായത്ത് വേണ്ട ഒരു ശൗചാലയമാണ് വേണ്ടത്. ബാത്റൂം സൗകര്യം, കസ്റ്റമർക്ക് വരുന്നേരം പുറത്തുനിന്നൊരു സൗകര്യം വേണം. അതൊന്നും നമുക്ക് നിലവിലിപ്പോൾ പഞ്ചായത്തിൻ്റെ ഇതിലോ കെയറോഫിലോ ഒന്നും നമുക്ക് ഒരു അനുമതി കിട്ടിയില്ല. ഇനി ഭാവിയിൽ അങ്ങോട്ട് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഒരുപാട് ആൾക്കാർക്ക് ഒരുപാട് ഗവൺമെന്റിന്റെ എല്ലാത്തിന്റെ സപ്പോർട്ട് കിട്ടിക്കഴിഞ്ഞാലാണ് നമുക്കത് എന്താക്കാൻ പറ്റൂ, മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ പറ്റും. ഓരോരോ വ്യക്തികളതായതിനെ കൊണ്ട് ഓരോ വ്യക്തികൾ മാത്രം വിചാരിച്ചുകൊണ്ട് കാര്യമില്ല. സർക്കാരിൻ്റെ സപ്പോർട്ടും കൂടി നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് എന്താ ടൂറിസം മേഖല മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. അതിൻ്റെ ഒരു പിൻവാങ്ങലാണ്. നമുക്കതിൽ നിന്നൊരു സപ്പോർട്ടിങ് ഇല്ല. ഒരുപാട് ആൾക്കാർക്ക് യുവാക്കൾക്ക് ഒരുപാട് തൊഴിലവസരമുള്ള സംഭവം. ബോട്ട് വന്നതിന് ശേഷം ബോട്ടിൽ ജോലിക്കാരുണ്ട്, ടാങ്ക് ലൈസൻസ് എടുത്തവരുണ്ട്, ലസ്കർ ലൈസൻസ് എടുത്തവരുണ്ട്, ബോട്ടിൽ ഇങ്ങനെ ഹെൽപ്പറായിട്ട് പോകുന്നുണ്ട്, നമ്മൾ ഭക്ഷണം വിളമ്പി കൊടുക്കുന്നവരുണ്ട്, പിന്നെ ഭക്ഷണം നമുക്ക് പാചകം ചെയ്ത് തരുന്ന ടീമുണ്ട്. ഇതെല്ലാം ഈ ബോട്ട് സംബന്ധമായിട്ട് ഓരോരുത്തർക്ക് തൊഴിലായിട്ട് കിട്ടിയൊരു മേഖലയാണ് ടൂറിസം. അപ്പോൾ ഈ 5 വർഷത്തിൻ്റെ ഇടയ്ക്ക് നമുക്ക് വേണ്ടിയിട്ടുള്ളൊരു സൗകര്യം ഇവിടെ ഉണ്ടായിട്ടില്ല എന്നാണ് നമ്മളെ ഈ ഒരു പറയാൻ.